ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 2-ാമത് വാക്യം, അവരുടെ കയ്യൂറ്റം കൊണ്ട് എനിക്ക് എന്തു പ്രയോജനം എന്ന് ചോദിക്കുന്ന ആഴമായൊരു ചോദ്യം ഇവിടെ ഓർപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ നാം നോക്കുമ്പോൾ ബലവാന്മാരാണ് പലപ്പോഴും ജയം കൊണ്ടാടാറുള്ളത്. അവരാണ് കൂടുതൽ അവകാശങ്ങൾ കൈപ്പിടി ഒതുക്കാറുള്ളത് എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിന് 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നതും, കയ്യൂറ്റക്കാരനോ ദേശം കൈവശമായി മാന്യനായവൻ അതിൽ പാർത്തു എന്ന് കാണുകയാണ്. കൈയുടെ ബലം കൊണ്ട്, ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ട് ഒക്കെ കഴിവില്ലാത്തവരെ ബലാത്കാരം ചെയ്യുകയോ അവരനുഭവിക്കേണ്ടത് പിടിച്ചെടുക്കുകയോ ചെയ്യുവാൻ സാധിച്ചെന്നു വരാം. അങ്ങനെ നേടുന്ന നേട്ടങ്ങളൊന്നും ജീവിതത്തിന് നന്മയായി വരികയില്ലെന്ന് നമുക്ക് വളരെ കൃത്യമായി ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. ഒരു ഭക്തനായ അബ്രഹാമിനെയും ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് അധ്വാനിക്കാതെ നേട്ടമുണ്ടാക്കുന്ന ഒരു ലോത്തിനെയും ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാം അധ്വാനശീലനാണ്. ആ നിലകളിൽ താൻ പ്രവർത്തിക്കുമ്പോൾ ലോത്ത് അബ്രഹാം അധ്വാനിച്ചുണ്ടാക്കിയ നീരൊഴുക്കുള്ള നല്ല പ്രദേശങ്ങളൊക്കെ കൈവശമാക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. എങ്കിലും അത് തനിക്കും തൻ്റെ കുടുംബത്തിനും നന്മയായി വന്നില്ല എന്ന് കാണുവാൻ കഴിയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ബുദ്ധി കൊണ്ട് ഒരു മകൻ അപ്പനോട് സകലതും പിടിച്ചെടുത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ച് ആ നന്മയുമായി പോയെങ്കിലും ആ നന്മ തനിക്ക് പ്രയോജനമായി വന്നില്ലെന്നും അത് സകലതും നഷ്ടപ്പെട്ടിട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോടും അപ്പനോടും മാപ്പപേക്ഷിച്ച് മടങ്ങി വന്ന് ജീവിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലവും കാണുവാൻ കഴിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ സ്വാധീനം കൊണ്ടോ നമ്മുടെ കയ്യൂറ്റം കൊണ്ടോ നമുക്ക് പലതും നേടിയെടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ആ നേട്ടങ്ങളൊന്നും നിലനിൽക്കുന്നില്ലെന്ന് ലോത്തിൻ്റെയും മുടിയനായ പുത്രൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അർഹമല്ലാത്തതൊക്കെ ബുദ്ധി കൊണ്ട് നേടി രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായ പ്രാർത്ഥന കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നേട്ടങ്ങൾ പ്രാപിക്കുകയും ആ തലത്തിൽ ജീവിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. അതിന് നമുക്ക് ആഗ്രഹിക്കാം,
അതിനായി നമുക്ക് പ്രയത്നിക്കാം. ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവരുടേത് കയ്യൂറ്റം കൊണ്ട് നേടി അതിൽ വസിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് നീതിയോടെ നേട്ടങ്ങൾ ഉണ്ടാക്കി സമാധാനത്തോടെ അതിൽ വസിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.